ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ മാർക്കറ്റിലെ ഒരു മൂവ്മെൻറ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മാർക്കറ്റ് പമ്പാവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം, അതുപോലെ തന്നെ എക്സിറ്റ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഷോർട്ട് ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. അതായത് ഒരു സ്വിംഗ് ട്രേഡ്, അതായത് ഒരു മാസമോ അത് 6 മാസമോ 1 വർഷം വരെ നീളുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പ്രത്യേകിച്ചും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് മൂവ് ആവണവരെ നമ്മൾ വെയിറ്റ് ചെയ്തു, അതിനുശേഷം അവിടെ നിന്ന് എക്സിറ്റ് അടിക്കണം എന്ന് പറഞ്ഞു. എക്സിറ്റ് അടിക്കണം എന്ന് പറഞ്ഞത് ഇപ്പോൾ ഈ ഒരു ചാർട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, മാർക്കറ്റ് വളരെ സൈഡ് വൈസ് പോയിക്കൊണ്ടിരുന്ന മാർക്കറ്റ് സഡനായിട്ട് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു ന്യൂസ് പ്രകാരം അത് അപ്പായി. അതിനുശേഷം നല്ല ഹൈ വോളിയത്തിൽ മുകളിലേക്ക് കയറി, ദെൻ അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിന്യൂസ് ആയിട്ടുള്ള റെഡ് ക്യാൻഡിൽസ് ഏറ്റവും ടോപ്പിൽ കാണാം. ഈ ഒരു ടൈമിൽ നമ്മളുടെ പോർട്ട്ഫോളിയോയുടെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് നമ്മൾ ഈ ഇപ്പോൾ ഇത് ബി ടി സി ആയതുകൊണ്ട് ഈ ബി ടി സിയിലുള്ളത് നമ്മൾ എക്സിറ്റ് അടിക്കണം എന്നുള്ളതാണ്. ചിലർ ഹൈ ആയിട്ട് എക്സിറ്റ് അടിക്കും, അത് ചാർട്ട് നോക്കിയിരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും പ്രോഫിറ്റ് നമ്മൾ എടുത്ത് മാറുക എന്നുള്ളതാണ്. നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാൾക്ക് ഇതുപോലെ ഞാൻ 2 സമയത്ത് അവനെ കാണുമ്പോൾ ആദ്യ സമയം ഇൻവെസ്റ്റ് ചെയ്ത സമയമായിരുന്നു, പ്രോഫിറ്റബിളിൽ നിൽക്കുന്ന സമയമായിരുന്നു. സെക്കൻഡ് ടൈം കണ്ടപ്പോൾ മാർക്കറ്റ് താഴെ ഇറങ്ങി വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എത്ര പ്രോഫിറ്റ് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ പ്രോഫിറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ 1 വർഷം കഴിഞ്ഞപ്പോൾ പറഞ്ഞു പോർട്ട്ഫോളിയോ പിൻവലിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം ഒരു 10 ലക്ഷം രൂപയോളം പ്രോഫിറ്റ് അയാളുടെ അക്കൗണ്ടിൽ കാണുകയും, പക്ഷേ അയാളുടെ അക്കൗണ്ടിൽ ഇനിയും മാർക്കറ്റ് മുകളിലേക്ക് പോകും, കണ്ടിന്യൂസ് ആയിട്ട് പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ പോർട്ട്ഫോളിയോ താഴത്തേക്ക് വന്നു. അപ്പോൾ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിട്ട് പൈസ എങ്ങനെ ഇതിൽ നിന്ന് എടുക്കാം, മാർക്കറ്റിൽ നിന്ന് നമുക്ക് എടുത്ത് മാറ്റണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ എന്നും പ്രോഫിറ്റബിളായിട്ട് തുടരാൻ സാധിക്കും.